എത്ര ഉറങ്ങാൻ ശ്രമിച്ചിട്ട് ഉറക്കം വരുന്നില്ല. അല്ലെങ്കിൽ ഒരുപാട് രീതിയിൽ ഞാൻ ഉറങ്ങാനുള്ള മരുന്നുകൾ കഴിക്കാൻ നോക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ നല്ല രീതിയിൽ വ്യായാമം ചെയ്ത് നോക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ പല ആളുകൾ പറഞ്ഞു അത് ചെയ്താൽ മതി, ഇങ്ങനെ കുടിച്ചാൽ മതി, അങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഒറ്റമൂലികൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷേ എന്താണെന്ന് അറിയില്ല, എന്തൊക്കെ ചെയ്തിട്ടും ഉറക്കം എന്ന് പറയുന്നത് എൻ്റെ ഈ ഭാഗത്ത് കൂടെ വരുന്നില്ല. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതിരിക്കുകയാണ് ഞാൻ എന്ന അവസ്ഥയിലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ നിർബന്ധമായിട്ടും കാണണം. ഞാൻ ഡോക്ടർ ഹിബ അബ്ദുൽ മജീദ്, ഡോക്ടർ ഹിബ സരോവിയ, പെരിന്തൽമണ്ണ, മലപ്പുറം ജില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഉറക്കക്കുറവ് വരുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ നോക്കേണ്ടതുണ്ട്. നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഉറക്കം കിട്ടുന്നില്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ ശരിക്കും ഓരോ മനുഷ്യനും ഉറക്കത്തിനൊരു സൈക്കിളുണ്ട്. അതായത് സ്ലീപ്പ് സൈക്കിൾ എന്നൊക്കെ പറയും, നമ്മൾ സർക്കേഡിയൻ റിതം എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ മെലറ്റോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട്. ഇത് നമ്മൾ ഉറക്കത്തിനുള്ള ഹോർമോൺ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതായത് നമ്മൾ വെളിച്ചം വരുന്ന സമയത്ത് നമ്മളുടെ ശരീരത്തിൽ ഈ ഒരു ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ വളരെയേറെ കുറയ്ക്കും. അത് നമ്മളെ ബോഡീൻ്റെ ഒരു മെക്കാനിസമാണ്. എന്നാലോ ഇരുട്ട് വരുന്ന സമയത്ത് ഈ മെലറ്റോണിൻ്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഉൽപ്പാദനം നല്ല രീതിയിൽ ബോഡി സ്വയം അത് ഉണ്ടാക്കിയെടുക്കും. പക്ഷെ ചില സാഹചര്യങ്ങളിൽ ഈ ഒരു ബാലൻസ് ഇവിടെ ഇല്ലാണ്ടാവും, അല്ലെങ്കിൽ ഈ ഒരു ബാലൻസിനെ തെറ്റിക്കുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തു പോകാറുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് കറക്റ്റ് സമയത്ത് നമ്മൾ കിടക്കുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് തോന്നിയ സമയത്ത് നമ്മൾ കിടക്കുകയാണ്. ഇപ്പോൾ ഇന്ന് 10 മണിക്ക് കിടക്കുന്നുണ്ടെങ്കിൽ നാളെ 12 മണിക്കായിരിക്കും, അല്ലെങ്കിൽ 1 മണിക്കായിരിക്കാം, അല്ലെങ്കിൽ 3 മണിക്കായിരിക്കാം, അല്ലെങ്കിൽ 9 മണിക്ക് പിന്നെ നമ്മൾ നേരത്തെ കിടന്നുറങ്ങാൻ നോക്കും. പക്ഷെ അപ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മളുടെ ബോഡിയിൽ ഇതിനൊരു റിതം ഇല്ലാതെ ആവാണ്. കറക്റ്റായിട്ടൊരു റിതത്തിൽ നമ്മൾ സ്ഥിരമായിട്ട് കറക്റ്റായിട്ടൊരു സമയത്തിലാണ് ഉറങ്ങുന്നതെന്നുണ്ടെങ്കിൽ, ഉറങ്ങാൻ കിടക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു റിതം ബോഡി സ്വാഭാവികമായിട്ടും ഫോളോ ചെയ്ത് കറക്റ്റായിട്ട് ഉറക്കം എന്നുള്ളത് അവിടെ വരുത്തുകയും കറക്റ്റ് സ്ലീപ്പ് നമുക്ക് കിട്ടുകയും ചെയ്യും. അതേപോലെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് നല്ല രീതിയിൽ കഫീൻ കുടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കോഫി, ചായ, അല്ലെങ്കിൽ ആൽക്കഹോൾ ഒക്കെ ഈ ഒരു സമയത്ത് നമ്മളൊരു രാത്രി കാലങ്ങളിലാണ് കുടിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതും ഈ പറയുന്ന മെലറ്റോണിൻ്റെ പ്രൊഡക്ഷൻ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. അതേപോലെ മറ്റൊന്ന് എന്ന് പറയുന്നത് നമ്മൾ ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് ഔട്ടായിട്ടാണ്, മാനസികമായിട്ട് നല്ല രീതിയിൽ നമുക്ക് പ്രശ്നങ്ങളുണ്ട്, നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല, നമ്മൾ ആകെ കൂടെ ആലോചിച്ച് തല പുണ്ണാക്കുക എന്ന് പറയുന്നൊരവസ്ഥയുണ്ട്. ആ ഒരു അവസ്ഥയിലാണെങ്കിലും നമ്മുടെ ശരീരത്തിൽ ഈ പറയുന്ന ഹോർമോണുകളിൽ ഇംബാലൻസ് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. സ്വാഭാവികമായിട്ടും അവിടെ ഉറക്കം കുറയാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചില ആളുകളുണ്ട്, എനിക്ക് രാവിലെ ഒന്നും നേരെ ഉണ്ടാവാറില്ല, അതുകൊണ്ട് ഞാൻ രാത്രിയേ വർക്കൗട്ട് ചെയ്യാറുള്ളൂ. അങ്ങനെയുള്ള ആളുകളിലും ഉറക്കക്കുറവ് നല്ല രീതിയിൽ കണ്ടുവരാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ബോഡിയിലുള്ള ഈ ഒരു നല്ല രീതിയിലുള്ള വർക്കൗട്ട് നടക്കുമ്പം സ്വാഭാവികമായിട്ടും അവിടെ ലൈറ്റ്, സൗണ്ട്, പാട്ട്, അതേപോലെ തന്നെ നിങ്ങളുടെ ബോഡി കാം ആൻഡ് ക്വയറ്റിലേക്ക് പോകുന്ന സമയത്ത് പെട്ടെന്ന് നിങ്ങളുടെ എനർജി ഹൈക്ക് വരുന്ന സമയത്തും ഈ ഒരു മെലറ്റോണിൻ പ്രൊഡക്ഷൻ അവിടെ പ്രശ്നം വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അവിടെ ഉറക്കം എന്നുള്ളത് ഒരു പ്രശ്നമാകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ ചില ആളുകളിൽ ഇപ്പം പറയാറുണ്ട്, രാത്രി നേരത്തെ ഉറങ്ങാൻ വേണ്ടി കിടന്നാലും ഞാൻ ഫോണൊക്കെ എടുത്ത് കളിച്ച് ഉറങ്ങുമ്പോഴേക്കും ഒരു 1 മണി 2 മണിയൊക്കെ ആവാറുണ്ട്. ഉറക്കം വരെ അതിൻ്റെ ഡോക്ടറെ, അതുകൊണ്ടാണ് ഞാൻ ഫോണും ഇരുന്ന് കളിക്കുന്നതെന്ന് പറയും. പക്ഷെ അതിൽ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സ്ഥിരമായിട്ട് ഫോണിൽ നോക്കിയിട്ടാണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഫോണിലുള്ള ബ്ലൂ ലൈറ്റ്, അല്ലെങ്കിൽ ഫോൺ എന്ന് മാത്രമല്ല ലാപ്ടോപ്പ് ആവാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്ത് ബ്ലൂ ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന ഗാഡ്ജറ്റും ആവാം, ഇതിലേത് സാധനം നിങ്ങൾ യൂസ് ചെയ്യുമ്പോഴും സ്വാഭാവികമായിട്ടും ആ ഒരു ലൈറ്റ്, ഈ ആർട്ടിഫിഷ്യൽ ലൈറ്റ് അല്ലെങ്കിൽ പകൽ വെളിച്ചം പോലെ തന്നെയാണ് നമ്മളെ ബോഡിയിൽ എഫക്റ്റ് ചെയ്യുന്നത്. നമ്മളെ ശരീരത്തിലുള്ള ഈ മെലറ്റോണിൻ്റെ പ്രൊഡക്ഷൻ നല്ല രീതിയിൽ കുറയ്ക്കുകയും അത് കാരണം നിങ്ങൾക്ക് ഉറക്കക്കുറവ് ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതേപോലെ ചില ആളുകളിലുണ്ട് നല്ല രീതിയിൽ ഉറങ്ങിയിട്ട് അങ്ങനെ ഉറങ്ങാൻ പോകുന്ന, അല്ലെങ്കിൽ നല്ലൊരു പാതി ഉറക്കിലായിരിക്കും, പെട്ടെന്ന് അങ്ങ് ഞെട്ടി എണീക്കും. അത് നമ്മളെന്തോ വീഴാൻ പോയി എന്നൊക്കെ ഒരു തോന്നലാണ് നമുക്കപ്പോൾ വരുന്നത്. ഇത് ചില ആളുകൾ പറയാറുണ്ട്, എനിക്ക് സ്ഥിരമായിട്ട് ഈ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് തന്നെ എൻ്റെ ഉറക്കം ശരിയാവുന്നില്ല, എനിക്കിത് വല്ല അസുഖമാണോ എന്നുള്ളത്. ഹിപ്നിക് ജർക്ക് എന്നാണ് അതിന് പറയാറുള്ളത്. അപ്പോൾ ഇതുണ്ടാകാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഒരുപക്ഷെ നിങ്ങൾ ഭയങ്കര സ്ട്രെസ്ഫുള്ളായിട്ട് ആണ് നിൽക്കുന്നത്, നിങ്ങൾക്ക് ഉറക്കം നേരെ കിട്ടുന്നില്ല, അല്ലെങ്കിൽ അതിനുള്ള ടൈം കിട്ടുന്നില്ല, നിങ്ങളുടെ സാഹചര്യം അതിന് അനുവദിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ മദ്യപിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്ത് ഭയങ്കര ശരീരം ഭയങ്കരമായിട്ട് ഓവർ ടയേർഡായിട്ട് നിൽക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിലൊക്കെ നിങ്ങളുടെ ബോഡി ഓട്ടോമാറ്റിക്കലി കൊണ്ടുവരുന്ന
ഒരു റെസ്പോൺസാണ് ഈ ഹിപ്നിക് ജേർക്ക് എന്ന് പറയുന്നത്. അത് വളരെ നോർമലാണ്. നിങ്ങളതിനെക്കുറിച്ച് രോഗമാണോ എന്ന് ആലോചിച്ച് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ ഇതിൽ ഈ പറഞ്ഞ പോലെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ആൽക്കഹോള്, സ്മോക്കിങ്, നിങ്ങൾ ഭയങ്കര ഷുഗറി ആയിട്ടുള്ള ഡ്രിങ്ക്സ്, അതേപോലെ തന്നെ നമ്മളുടെ കോഫി, ചായ പോലെയുള്ള പ്രശ്നങ്ങൾ ഇതിൽ നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഉറക്കം കിട്ടണം എന്തുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ പറയാനുള്ളത് അതിനുള്ളൊരു സജ്ജീകരണം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ കിടക്കുന്ന റൂമിൽ, ഇപ്പോൾ ചില ആളുകളുണ്ട് കിടക്കുന്ന റൂമിൽ അപ്പുറത്ത് നല്ല പാട്ടും ബഹളമോ അല്ലെങ്കിൽ ഒച്ചപ്പാടോ ഉണ്ടാവും, അല്ലെങ്കിൽ വെളിച്ചം വരുന്നുണ്ടാവും. അപ്പം പിന്നെ അവർക്ക് ഉറക്കം എന്ന് പറയുന്ന സാധനം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാവും ചില ആളുകളുണ്ടാവും, അവർക്ക് ഫുൾ റൂം ഇരുട്ടാക്കി എല്ലാവരും ഉറങ്ങിയാലേ എൻ്റെ വീട്ടിൽ ഈ ഒരാൾ ഉറങ്ങുള്ളൂ എന്ന് പറയുന്ന ആളുകൾ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ ആണ് അവർ ചെയ്യുമ്പോൾ മാത്രമാണ്, അതായത് ഫുള്ള് ഇരുട്ട് ആ റൂമിലേക്ക് വരുന്നത്. അതേപോലെ ഫുൾ ക്വയറ്റായിട്ട് നിൽക്കുന്ന സമയത്ത് മെലറ്റോണിൻ എന്ന് പറയുന്ന സ്ലീപ്പ് ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ നല്ല രീതിയിൽ അവിടെ കൂടുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ടെമ്പറേച്ചർ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ഓവറായിട്ട് തണുക്കുന്ന സമയത്തും നമ്മൾ ഉണരാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് വേർക്കുന്ന ടൈമിൽ നമുക്ക് ഭയങ്കരമായിട്ട് ഉറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. അപ്പം ഈ രണ്ട് സംഭവവും ബാലൻസ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു ടെമ്പറേച്ചറുമാണ് നമ്മളെപ്പോഴും നമ്മൾ റൂമിനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതേ ഒരു രീതിയിൽ എപ്പോഴും നമ്മൾ കിടക്കുന്ന ടൈമിലേക്ക് നമ്മൾ കിടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ ഉറക്കം എന്നുള്ളത് നമ്മളെ തേടിയെത്തും. അതേപോലെ പ്രത്യേകം പറയാനുള്ളത്, എന്താണാവോ എനിക്ക് ഉറക്കം വരാത്തത്, ഇന്നെങ്കിലും എനിക്ക് ഉറക്കം വന്നാൽ മതിയെന്ന്, ഇന്ന് ഉറക്കം വരുമോ ആവോ എന്നാലോചിച്ചിട്ടാണ് നിങ്ങൾ ഉറക്കാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ ഉറക്കം നിങ്ങൾ ഏഴയലത്ത് വരാൻ പോകുന്നില്ല എന്നുള്ളതാണ് നിങ്ങളോട് ആദ്യം പറയാനുള്ളത്. അപ്പം ഉറക്കം എന്ന് പറയുന്ന സാധനത്തിനെ കുറിച്ച് മാത്രം നിങ്ങൾ ബെഡിൽ കയറി കഴിഞ്ഞാൽ ആലോചിക്കരുത്. അതിനെ മറിച്ച് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഉണ്ടായ നല്ല അനുഭവങ്ങൾ എന്താണ്, ഇന്ന് നിങ്ങളെ സന്തോഷിപ്പിച്ച കാര്യങ്ങൾ എന്താണ്, ഇന്ന് നിങ്ങൾ മറ്റൊരാൾക്ക് സന്തോഷം നൽകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്തു കൊടുത്ത കാര്യങ്ങൾ എന്താണ്, അതിൽ നിങ്ങൾക്ക് ഉണ്ടായ സന്തോഷം എത്രത്തോളമാണ്. അതേപോലെ നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്, നന്ദി എന്ന് പറയുന്നൊരു സംഭവം. അത് നമുക്ക് തന്നെ ഫീൽ ചെയ്യുമ്പം സ്വാഭാവികമായിട്ടും നമ്മളെ മൈൻഡ് ഓട്ടോമാറ്റിക്കലി അവിടെ റിലാക്സ്ഡ് ആവുന്നുണ്ട്. അപ്പം ഇത്തരം രീതിയിലുള്ള ചിന്തകൾ വേണം നിങ്ങൾ കിടക്കാൻ പോകുന്ന സമയത്ത് നിങ്ങളെ മനസ്സിലേക്ക് നിറച്ചു കൊണ്ടുവരാൻ. അതേപോലെ കിടക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് നിങ്ങളൊരു ചെറു ചൂടുവെള്ളത്തിലാണ് കുടിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബോഡി ഒന്ന് റിലാക്സ് ചെയ്യാനും. ഇതിൽ പ്രത്യേകം പറയാനുള്ളത് ചെറു ചൂടുവെള്ളമാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കിടക്കുന്ന സമയത്ത് നമ്മളുടെ ബോഡി ഒരു ചെറു ചൂടിലായിരിക്കും ഉണ്ടാവുക. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ നല്ല ചെറു ചൂടുവെള്ളത്തിൽ കുളിച്ച് പുറത്തേക്ക് വരുന്ന സമയത്ത് തന്നെ നമ്മുടെ ബോഡി നല്ല രീതിയിലൊന്ന് തണുക്കുകയും ചെയ്യും. അപ്പോൾ ഇത് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് എങ്ങനെയാണോ ഈ സിർക്കാഡിയൻ റിതത്തിൽ എങ്ങനെയാണോ സംഭവിക്കുന്നത് ആ ഒരു രീതിയിലാണ് ശരിക്കും ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അവിടെ ഉറക്കം വരാനുള്ള ആ ഒരു രീതിയിലേക്ക് നമ്മളെ ബോഡി പോകും. അപ്പം ഈ ഒരു ചെറു ചൂടുവെള്ളത്തിലുള്ള കുളി, അതേപോലെ എന്തെങ്കിലും ലൈറ്റായിട്ട് നല്ല കാമായിട്ടുള്ള കാര്യങ്ങൾ റീഡ് ചെയ്യുക, എന്തെങ്കിലും വായിക്കുക, അതേപോലെ തന്നെ എന്തെങ്കിലും ലൈറ്റ് മ്യൂസിക്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. ഇത് അതേപോലെ പറയാനുള്ളതാണ് നല്ല സ്മെല്ല് റൂമിൽ ഉണ്ടാവുക എന്നുള്ളത്. നല്ല സൂത്തിങ് ആയിട്ടുള്ള കാമായിട്ടുള്ള സ്മെല്ല് റൂമിൽ ഉണ്ടാവുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഉറക്കം നല്ല രീതിയിൽ അത് എൻഹാൻസ് ചെയ്യാറുണ്ട്. പക്ഷെ നേരെ മറിച്ച് ആ റൂമിൽ ഒരു വൃത്തികെട്ട ഗന്ധമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അവിടെ കിടന്നുറങ്ങാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ബോഡി, നിങ്ങളുടെ മൈൻഡ് ഓവർ സ്ട്രെസ്ഡ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന മെലാറ്റോണിൻ അവിടെ കുറയാനുള്ള ചാൻസും കൂടുതലാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഉറക്കം വരുന്നില്ല എന്നാണെങ്കിൽ, നിങ്ങളുടെ മൈൻഡ് അപ്പോഴും അവിടെ റിലാക്സ്ഡ് ആവണില്ല എന്നാണെങ്കിൽ, നിങ്ങളുടെ ബോഡീനെ റിലാക്സ് ചെയ്യിപ്പിക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ബോഡിയിലേക്ക് ഉറക്കം വരുത്തുന്ന രീതിയിലേക്ക് നിങ്ങളുടെ ഈ ഒരു ബ്രീത്തിങ് സൈക്കിളിനെ കൊണ്ടുവരാനും പറ്റും. അതിലൊന്നാണ് 4-7-8 മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ കിടക്കുന്ന ടൈമിൽ നിങ്ങളൊരു 4 കൗണ്ട് എണ്ണുന്നത് വരെ ഡീപ്പായിട്ട് ബ്രീത്ത് ചെയ്യുക. ബ്രീത്ത് ചെയ്യുന്നതനുസരിച്ച് 1, 2, 3, 4 എന്ന് കൗണ്ട് ചെയ്യുക. പിന്നെ അവിടെ പിടിച്ചു വെക്കുക. അതായത് ഒരു 7 സെക്കൻഡ്, 7 വരെ എണ്ണുന്നത് വരെ നിങ്ങളത് അവിടെ പിടിച്ചു വെക്കുക. എന്നിട്ട് നിങ്ങളുടെ വായ പേഴ്സ് ചെയ്തിട്ട്, അതായത് ഈ രീതിയിൽ 8 സെക്കൻഡ് എടുത്ത് പതിയെ ഈ ശ്വാസത്തെ പുറത്തേക്ക് വിടാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇങ്ങനെ നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബോഡിയിൽ ഒരു കാമിങ് എഫക്റ്റ് വരുന്നുണ്ട്. നിങ്ങളുടെ ബോഡിയിൽ മാത്രമല്ല നിങ്ങളുടെ മനസ്സിലും നിങ്ങളുടെ സർക്കുലേഷൻ സിസ്റ്റം കാമാവുന്നുണ്ട്. നിങ്ങളെ എല്ലാ ഹോർമോണൽ അല്ലെങ്കിൽ എല്ലാ ബോഡിലി ഫങ്ഷൻസ് അവിടെ കാമായി വരുന്നുണ്ട്.
സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മെലറ്റോണിൻ ഇൻക്രീസ് ചെയ്യാനും നിങ്ങൾക്ക് ഉറക്കം വരാനുള്ള ചാൻസസും ഇത് കൂട്ടുന്നുണ്ട്. അപ്പം ഈ ഒരു രീതിയിലാണ് നിങ്ങൾ രാത്രി ഉറങ്ങാൻ വേണ്ടി പോകുന്നത് അല്ലെങ്കിൽ ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ ഉറക്കക്കുറവിനെ നിങ്ങൾക്ക് പിടിച്ചു കെട്ടാൻ പറ്റും. ഇതൊക്കെ ചെയ്തിട്ടൊക്കെ നിങ്ങൾക്ക് മാറ്റമില്ല. അപ്പോൾ എപ്പോഴാണ് ഡോക്ടറെ കാണേണ്ടത്? ചില ആളുകൾക്ക് 2 ദിവസം ഉറക്കം വരും, 3-ാമത്തെ ദിവസം ഓക്കെയാണ്, അല്ലെങ്കിൽ 4 ദിവസം ഉറക്കം ഉണ്ടാവും, 2 ദിവസം പ്രശ്നമാണ്. ഇങ്ങനെയാണെങ്കിൽ ഡോക്ടറെ കാണേണ്ടതുണ്ടോ? എപ്പോഴാണ് ഞാൻ ഡോക്ടറെ കാണേണ്ടത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരാഴ്ചയിൽ ഒരു 3-4 ദിവസം എങ്ങനെയായാലും ഉറക്കം വരുന്നില്ല, അല്ലെങ്കിൽ ഉറങ്ങി എണീറ്റാൽ പോലും ആ ഒരു ഉറങ്ങിയ ഫീലിംഗ് കിട്ടുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര ക്ഷീണമാണ് എന്നുണ്ടെങ്കിൽ, അതേപോലെ എന്തൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് ഈ ഉറങ്ങാൻ പറ്റുന്നില്ല, പിറ്റത്തെ ദിവസം നിങ്ങൾക്ക് ഭയങ്കര ഭ്രാന്ത് പിടിച്ചൊരവസ്ഥയിലേക്കാണ് നിങ്ങൾ പോകുന്നത്, ജോലിയിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, വീട്ടുകാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, സ്വന്തം കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, മറവി എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്യൂ ആവുന്നുണ്ട്, നിങ്ങളെ ജീവിതമേ ആകെ കൂടെ താളം തെറ്റുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങളൊരു ഡോക്ടറെ കാണിക്കേണ്ടതുണ്ട്. അതേപോലെ ഇതിലൊരു കാര്യം പറയാൻ വിട്ടുപോയത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇപ്പോൾ ഈ പറയുന്ന മേൽ പറഞ്ഞ കാര്യത്തിൻ്റെ കൂടെ നിങ്ങൾ വൈറ്റമിൻ ഡി കൂടുന്നുണ്ടോ എന്നുള്ളത് നിർബന്ധമായിട്ടും ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അതിന് വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യുക മാത്രമല്ല, നിങ്ങൾ വെയിൽ കൊള്ളുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. പ്രത്യേകിച്ച് 11 to 3 ഇടയിലുള്ള ആ ഒരു സമയത്ത് നിങ്ങൾ നിർബന്ധമായിട്ടും വെയിൽ കൊള്ളുന്നുണ്ട് എന്നുള്ളത്, അതിൽ അറ്റ്ലീസ്റ്റ് ഒരു നമ്മൾ സാധാരണഗതിയിൽ അരമണിക്കൂർ എന്നാണ് പറയാറുള്ളത്, 10 മിനിറ്റെങ്കിലും ദിവസവും നിങ്ങൾ വെയിൽ കൊള്ളുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വൈറ്റമിൻ ഡി ഈ ഉറക്കത്തിൻ്റെ അല്ലെങ്കിൽ ഈ മെലറ്റോണിൻ പ്രൊഡക്ഷനെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് മാറ്റില്ല എന്നാണെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങളൊരു ഡോക്ടറെ കാണിക്കുക. കൂടുതൽ അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഡോക്ടർ ഹിബ അബ്ദുൽ മജീദ്, ഡോക്ടർ ഹിബ സരോവിയ, പെരിന്തൽമണ്ണ, മലപ്പുറം ജില്ല.